ഗോ ലൂസർ റേഞ്ചസ്. ആനിമയിൽ ഹീറോസിന് വേണ്ടി ചിയർ ചെയ്ത് മടുത്തുവെങ്കിൽ ഒരു ചേഞ്ച് ആവാൻ വേണ്ടി വില്ലന് വേണ്ടി ചിയർ ചെയ്താലോ? അങ്ങനത്തെ ഒരു സ്റ്റോറി പറയുന്ന ആനിമയാണ്. 13 വർഷങ്ങൾക്ക് മുൻപ് മോൺസ്റ്റേഴ്സ് എർത്ത് അറ്റാക്ക് ചെയ്തു. ബട്ട് അവിടെ ഉണ്ടായിരുന്ന ഡിവൈൻ ഡ്രാഗൺ റേഞ്ചേഴ്സ്, അതായത് പവർ റേഞ്ചേഴ്സ് പോലത്തെ ഹീറോസാണ്. ആ വാർ മനുഷ്യരാശിയുടെ തന്നെ അവസാന ഹോപ്പായി നിന്നവരായിരുന്നു ഈ ഹീറോസ് എന്ന് പറയുന്നത്. അതോ ശരിക്കും ഇവർ ഹീറോസ് ആയിരുന്നു? സത്യം എന്തെന്നാൽ മോൺസ്റ്റേഴ്സ് വന്ന് 1 ഇയറിനുള്ളിൽ തന്നെ അവരുടെ ബോസിനെയെല്ലാം ഇവർ കൊന്നു. അപ്പോൾ ബാക്കിയുള്ളത് അവരുടെ ഫുഡ് സോൾജിയേഴ്സ് മാത്രമാണ്, അതും വീക്ക്ലിംഗ് ആയിട്ട് ഉള്ളവർ. ബട്ട് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ, അവരുടെ മുമ്പിൽ ഹീറോ സ്റ്റാറ്റസ് നിലനിർത്താനും എല്ലാ വീക്കിലും മോൺസ്റ്റേഴ്സിനെ സ്ലേവ് പോലെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. സോ ഈ പവർ റേഞ്ചേഴ്സിൻ്റെ ഓർഡർ പ്രകാരം മോൺസ്റ്റേഴ്സ് എല്ലാ വീക്കിലും അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ഹ്യൂമൻസിന് മുമ്പിൽ വെച്ച് ഈ റേഞ്ചേഴ്സ് ഈ മോൺസ്റ്റേഴ്സിനെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നു പോവുകയാണ്. റേഞ്ചേഴ്സ് അല്ലാതെ മറ്റാർക്കും ഈ കാര്യം അറിയില്ല താനും. ഈ മോൺസ്റ്റേഴ്സ് ഇമ്മോർട്ടൽസ് ആണ്. ലൈക്ക് നോർമൽ വെപ്പൺസിലെല്ലാം ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊല്ലാനൊന്നും പറ്റില്ല. പക്ഷേ ഭയങ്കര ഫ്രാജൈലാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ റീബോൺ ചെയ്യും, എന്തെങ്കിലും മരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇവരെ കൊല്ലാൻ ഡിവൈൻ ആർട്ടിഫാക്റ്റ് എന്ന ഒരു വെപ്പണുണ്ട്. അത് ഈ റേഞ്ചേഴ്സിൻ്റെ അടുത്താണുള്ളത്. നമ്മുടെ ബോയ്സ് വെബ് സീരീസ് പോലെയാണ് സ്റ്റോറി എന്ന് വേണമെങ്കിലും പറയാം. കാരണം അത്യാവശ്യം നല്ല ഡാർക്കാണ്. അതുപോലെ ഇതിലെ ക്യാരക്ടേഴ്സ്, ഈ റേഞ്ചേഴ്സൊക്കെ വരുന്നത് ഏകദേശം ബോയ്സിൽ സൂപ്പർ ഹീറോസ് നിൽക്കുന്ന മാതിരിയാണ്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട, കാരണം ഇനി വരുന്നതൊക്കെ നല്ല രീതിയിൽ ഡാർക്കാണ്. അതുപോലെ കുറേ ആക്ഷൻ സീക്വൻസുകൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 10-12 വർഷം കഴിഞ്ഞു. ഈ സ്ഥിരം സംഭവം തന്നെ എപ്പോഴും നടക്കുന്നു. ഈ മോൺസ്റ്റേഴ്സ് വരുന്നു, അവർ അറ്റാക്ക് ചെയ്യുന്നു, ഇവർ ജയിക്കുന്നു, ആ ഒരു രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഈ അടിച്ചമർത്തൽ സഹിക്കാൻ വയ്യാതെ ആ ഫുഡ് സോൾജേഴ്സിൽ ഒരാൾ ഹ്യൂമൻ വേഷത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ് ഈ റേഞ്ചേഴ്സിനോട് പകരം വീട്ടാൻ വേണ്ടി. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൂട്ടലാണ്, എന്നാൽ ഫണ്ണുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ബോയ്സ് വെബ് സീരീസൊക്കെ ഇല്ലേ, അതുപോലെയാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയാം. കാരണം ഇതിലെ ഈ റേഞ്ചേഴ്സ് ക്യാരക്ടേഴ്സ് എല്ലാം ഏകദേശം അതിലെ സൂപ്പർ ഹീറോസിനെ പോലെയാണ്. അതുപോലെ ഇതിലെ മോൺസ്റ്റേഴ്സ് എല്ലാം ഏകദേശം നമ്മുടെ ബുച്ചർ ആ ഒരു ഗ്യാങ്ങിൽ വരുന്ന രീതിയിലുള്ളതാണ്. റെഡ് റേഞ്ചർ എന്നൊരു ക്യാരക്ടർ എനിക്ക് ബോയ്സിലെ ഹോംലാൻഡറിനെ പോലെ ശരിക്കും ഫീൽ ചെയ്തു. ഇതിൻ്റെ മാങ്കയുണ്ട്, അടിപൊളിയാണ്. സോ ആനിമെ ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ഫ്യൂ എപ്പിസോഡ്. കാരണം ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തുടക്കം കുറച്ച് എന്താ പറയുക, ഇപ്പോൾ കണ്ടു കഴിയുമ്പോൾ ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ ഒരുപാട് അടിപൊളി ക്യാരക്ടേഴ്സ്, പിന്നെ ഫൈറ്റ് സീൻസ്, കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫുൾ ഇറങ്ങിയിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ് വീക്കിലി വരുമ്പോൾ അങ്ങനെയും കണ്ടു നോക്കാം.